friends, welcome to the channel. Now, we will talk about Xiaomi 14. You can price actually, I am 47,999. Diwali sales are 45,999 price. But now we offering 49,999 actually Amazon. Amazon page. This price is 49,999 brightness. Offer some card discount Amazon ICC card and card discount discount or card offer actually price actually Xiaomi 14 discuss February March Xiaomi 15 Xiaomi 15 compare actually Xiaomi 15 Snapdragon processor actually correct discount Amazon ICC card which discount cashback overall 42,000 full light virumbo. Pakshe ipo nokkane namukku maximum poi kanja Amazon ICC card undenga maximum poi kanja namukku 47,500 rupees nu kittum. Maximum poi kanja allathoർക്ക് 50,000 രൂപയ്ക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ പ്രൈസിന് ആക്ച്വലി നിങ്ങൾ ഇത് എടുക്കണമെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ പറയാൻ വന്നത് അല്ലാണ്ട് ഇതിൽ നമുക്കിപ്പോൾ വേറെ ഒന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 month ആവാറായിട്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ ഞാൻ എന്നാ പർച്ചേസ് ചെയ്തതെന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു 1 month ആവാനുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും കാണിച്ചു തരാം. അത് Xiaomi 15 എനിക്ക് ഇതിന് ഷവോമിക്കൊക്കെ നമുക്ക് ഫാസ്റ്റ് ഡെലിവറി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാം സാംസങ്ങിൻ്റെ അൾട്ര എപ്പോഴും ആ ഓഫർ പ്രൈസിൽ തന്നെ കിട്ടുന്നുണ്ട്. 75,000 തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ എന്താ പറയുക ഡെലിവറി റേറ്റ് ഭയങ്കര ലാഗാണ്. ഷവോമിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, ഡെലിവറി ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി ഇത് ഡെലിവറി അയക്കുന്നത് 11 ഒക്ടോബറിലാണ്. അപ്പോൾ 1 month ആയിട്ടില്ല. എനിക്ക് 1 day ഡെലിവറി തന്നെയായിരുന്നു. ഇന്ന് ഞാൻ ഓർഡർ ചെയ്ത് നാളെ കിട്ടി, അങ്ങനത്തെ ഇതിൽ കിട്ടിയിരുന്നു. പക്ഷേ സാധനം ഡെലിവറി ആയപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ടൈമിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമാണ് ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. വേറെ നോക്കിക്കഴിഞ്ഞാൽ ഫാസ്റ്റ് ഡെലിവറി സംഭവമൊക്കെ ആയിരുന്നു, പാക്കേജിങ് സംഭവമൊക്കെ. അത് നമ്മൾ ഓൾറെഡി ഒന്ന് കാണിച്ചിട്ട് സംഭവമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അൺബോക്സിങ്ങിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാസ്റ്റ് ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു നല്ലൊരു ക്യാമറ ക്വാളിറ്റി അല്ലെങ്കിൽ നല്ലൊരു ക്യാമറ ഫോൺ വിത്ത് പെർഫോമൻസ്, അതായത് നിങ്ങൾക്ക് ഗെയിമിങ്ങിന് ഉപയോഗിക്കാനും ബാക്കി എല്ലാ പർപ്പസിനൊക്കെ ഉപയോഗിക്കാനും വേണ്ടിയിട്ട് ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം ഇപ്പോഴും വാങ്ങിക്കാൻ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ 50,000 രൂപയ്ക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഈ സാധനത്തിന് വാല്യൂ ഫോർ മണി തന്നെ പറയേണ്ടി വരും. എന്താ വെച്ചാൽ നമുക്ക് 12 GB റാമും വരുന്നുണ്ട്, 512 GB മെമ്മറിയും വരുന്നുണ്ട്. അതും ലേറ്റസ്റ്റ് നമ്മുടെ റാം DDR5X റാമാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക മെമ്മറി ആയിക്കോട്ടെ, അതും ലേറ്റസ്റ്റ് ആണ്. Type-C 3.2 ആണ് വരുന്നത്, അതും നമുക്ക് ലേറ്റസ്റ്റ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് പ്രൊസസ്സർ സ്നാപ്ഡ്രാഗണിൻ്റെ Gen 3 ആണ് വരുന്നത്. ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് 8 Lite ആണല്ലോ. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയുക ഗീക്ക് ബെഞ്ചും സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടായിരിക്കും. പക്ഷേ ഇതായാലും ഒരു പ്രോബ്ലം ഇല്ലാണ്ട് 3 കൊല്ലമൊക്കെ സുഖമായിട്ട് ഉപയോഗിച്ച് പോകാം. അതുപോലെ തന്നെ ഡിസ്പ്ലേ സൂപ്പർ തന്നെയാണ്. ഇപ്പോൾ വരാൻ പോകുന്നത് ഓൾമോസ്റ്റ് സിമിലർ ഡിസൈൻ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 99.5% ഇതേപോലെ കാണാനും സെയിം ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക ലുക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ പഴയതായിട്ട് തോന്നും, അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആക്ച്വലി ഈ ഫോൺ ഇപ്പോഴും എടുത്താൽ നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി തന്നെയാണെന്ന് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇത് ഉപയോഗിച്ചാൽ ഞാൻ പറഞ്ഞില്ല 2-3 ആഴ്ച എന്തായാലും ആയിട്ടുണ്ട്, 3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും. എന്താ വെച്ചാൽ 11-ാം തീയതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് ഓൾറെഡി ഇപ്പോൾ 6-ാം തീയതി ആയില്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 month ആയിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ഇതിലാകെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവം വെച്ചാൽ ഇതിൻ്റെ ഹൈപ്രോയസിൻ്റെ ചില എന്താ പറയുക നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കറിയാം ഒരു ഗെറ്റ് ആപ്സ് എന്നൊക്കെ പറഞ്ഞ കുറേ ആപ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല പിന്നെ ചില തേർഡ് പാർട്ടി ആപ്പുകൾ ഫുള്ളി സപ്പോർട്ടർ അല്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ആക്ച്വലി നമ്മുടെ ഈ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ മൾട്ടി വാൾപേപ്പർ എന്ന് പറഞ്ഞൊരു കുറേ വാൾപേപ്പറിൻ്റെ, അതായത് നമുക്ക് ഇഷ്ടമുള്ള കുറേ വാൾപേപ്പേഴ്സ് നമുക്ക് അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ആപ്പൊക്കെ ഉണ്ട്. അതൊന്നും ആക്ച്വലി ഒരു ഫുള്ളി സപ്പോർട്ടർ അല്ല, അങ്ങനെ ഒരു കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതല്ലാണ്ട് നോക്കി കഴിഞ്ഞാൽ ഓവറോൾ കുഴപ്പമില്ലെന്ന് തന്നെ പറയാം. പിന്നെ ക്ലീൻ OS അല്ല, ഹൈപ്രോയസും ആയതും MIUI ആയാലും MIUI-നെക്കാട്ടും ബെറ്റർ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷേ ഇപ്പോഴും ഫുള്ളി ക്ലീൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പണ്ടത്തെ അത്ര എന്തായാലും ഇല്ല കേട്ടോ. നമുക്ക് കുറേയൊക്കെ ഒരു 99.9% നമുക്ക് ഇതിൽ വരുന്ന ആഡും സംഭവങ്ങളൊക്കെ കളയാൻ പറ്റുന്നുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ഗൂഗിളിൻ്റെ എന്താ പറയുക സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇല്ല, അതൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അതായത് ഇതിലത്തെ ഇപ്പോൾ എന്താ പറയുക
ഡയലർ ആപ്പ് ആയാലും ഇപ്പോൾ ഇതാണ് ഡയലർ കണ്ടോ, ഡയലർ ആപ്പ് ആയാലും ഒക്കെ ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ ഡയലർ ആപ്പാണ്. അതുപോലെ തന്നെ മെസ്സേജിങ് അതായാലും നമുക്ക് ഒഫീഷ്യൽ ഗൂഗിളിൻ്റെ മെസ്സേജിങ് ആപ്പൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിലൊക്കെ അവിടെയൊക്കെയാണ് ഇവർ എന്താ പറയുക കട്ട് ഡൗൺ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഇതിന് ആക്ച്വലി മെമ്മറി യൂസേജ് ഒക്കെ ഭയങ്കര കുറവാണ്. നമുക്കിപ്പോൾ 10 GB അടുത്തൊക്കെ ഇത് മാക്സിമം ഉപയോഗിക്കുന്നുള്ളൂ ഇവരുടെ ഈ OS. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ സാംസങ്ങിൻ്റെ 1 UI പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് 28 GB 25 GB ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയും ഡിഫറൻസ് വരുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഓൾറെഡി 512 GB റാം ഇൻബിൽഡ് മെമ്മറി വരുന്നുണ്ട്. അതിൽ നമുക്ക് 10 GB മാത്രമേ യൂസേജ് വരുന്നുള്ളൂ. മാക്സിമം പോയി കഴിഞ്ഞാൽ 15 GB എല്ലാം കൂടി ടോട്ടലി. അപ്പോൾ അത്രയും നമുക്ക് മെമ്മറി കിട്ടുന്നുണ്ട് ബാക്കി. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്നാപ്ഡ്രാഗൺ Gen 3ൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. Geekbench നമുക്ക് ഓൾമോസ്റ്റ് ഒരു 20 lakhs അടുത്ത് കിട്ടുന്നുണ്ട്. 19 ചില സമയത്ത് 19 point ഒക്കെ കിട്ടുന്നുണ്ട്, ചില സമയത്ത് നമുക്ക് 20 lakh കിട്ടുന്നുണ്ട്. ക്യാമറ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. 50 megapixel 3 ട്രിപ്പിൾ ക്യാമറ വരുന്നത്. അതും ലൈക്കാൻ്റെ കൊളാബറേഷൻ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറേ ലൈക്ക ഫിൽറ്റേഴ്സും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ പെർഫോമൻസ് ആയിക്കോട്ടെ. ഞാൻ ഇതിന് നമുക്ക് മെയിനായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് ഫോഗ് ഇഷ്യൂ ആയിരുന്നു. അത് ഇപ്പോൾ ഓൾമോസ്റ്റ് സോൾവ് ആയിട്ടുണ്ട്. ഞാൻ എനിക്ക് ഇതുവരെയായിട്ട് ഫോഗ് ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് ശേഷം നമ്മൾ അതിന് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം എനിക്ക് ഇതുവരെയായിട്ട് ഫോഗ് ഇഷ്യൂ വന്നിട്ടില്ല. നമ്മൾ കൂൾ ടെമ്പറേച്ചറിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, ഔട്ട്സൈഡ് ടെമ്പറേച്ചറിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഇഷ്യൂ എനിക്ക് അതുവരെയായിട്ട് വന്നിട്ടില്ല കേട്ടോ. പറയുമ്പോൾ എൻ്റെ ഒരു മീഡിയം യൂസിൽ വരുന്നതാണ്, ഭയങ്കര ഹൈ എൻഡ് യൂസിങ് അല്ല ഞാൻ വരുന്നത്. എന്ന് വെച്ചാൽ ഇതെൻ്റെ 3ാമത്തെ ഫോണാണ്. എനിക്ക് 3 സിമ്മുകളുണ്ട്. അപ്പോൾ 3ാമത്തെ ഫോൺ ഇട്ടേക്കുന്ന സിമ്മാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഹെവി യൂസ് ഒന്നും ഇല്ല. പോരാത്തന്നെ എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ്. അതുകൊണ്ടാണ് എനിക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. റയറായിട്ടൊക്കെ പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മൾ നോർമലി ഒരു ഫോൺ എടുക്കാറുള്ളൂ, പ്രൈമറി ഫോൺ മാത്രം എടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു യൂസേജ് വെച്ചാൽ നമ്മൾ പറയുന്നത്. പക്ഷേ നമുക്ക് വീഡിയോൻ്റെ മുമ്പിലായിട്ട് ലൈവായിട്ട് നമ്മളൊക്കെ കുറേ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. 15 മിനിറ്റും 10 മിനിറ്റും 18 മിനിറ്റൊക്കെ ആയിട്ട് നമുക്ക് ഫോഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നും വരാണ്ടില്ല. ആദ്യമൊക്കെ 5 മിനിറ്റ് 6 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ വരാറുണ്ട്. വെച്ചാൽ ഇപ്പോൾ അത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞേട്ടാ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഫോഗ് ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ക്യാമറയ്ക്ക് ഇമേജ് ക്വാളിറ്റി സംഭവമൊന്നും ഇഷ്യൂസ് ഇല്ല എനിക്ക്. പക്ഷേ ഞാൻ ആദ്യം എടുത്ത സമയത്ത് തന്നെ എനിക്ക് ഫോഗ് ഇഷ്യൂ വന്നത് ഇതിൻ്റെ താഴെയായിരുന്നു, ലെൻസിൻ്റെ താഴെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോനെ എഫക്റ്റ് ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വീഡിയോനെ എഫക്റ്റ് ചെയ്യുന്ന ഇഷ്യൂ വന്നിട്ടില്ല. എന്ന് വെച്ചാൽ കുറേ പേർക്ക് ഇത് ഫുൾ വരാറുണ്ട്. അപ്പോൾ അവർക്ക് വരുമ്പോൾ നമുക്ക് വീഡിയോമേ ബ്ലർ ആവുമല്ലോ. അപ്പോൾ എനിക്കത് ഫോഗ് ഇഷ്യൂ വന്നപ്പോഴും എനിക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ താഴെ മാത്രമേ വരാറുള്ളൂ, മോൾക്ക് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഇഷ്യൂ എന്തായാലും എനിക്കിപ്പോൾ ഇല്ല, അതെന്തായാലും സോൾവ് ആയിട്ടുണ്ട്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ബാറ്ററി പെർഫോമൻസ് ഒക്കെ ആവറേജ് ആണ്. 6.36ന്റെ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേ കിടിലനാണ്, പറയാണ്ടിരിക്കാൻ വലിയ ഒടുക്കത്തെ VVD ഡിസ്പ്ലേ തന്നെ പറയേണ്ടി വരും. പിന്നെ 120 Hz ഡിസ്പ്ലേ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഗെയിം കളിക്കാനൊക്കെ കിടിലൻ തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് ഞാൻ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ബോക്സിൽ ഒരു ബ്ലാക്ക് കേസ് കിട്ടാം. ഞാൻ അത് മാറ്റിയിട്ട് നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് കേസ് വാങ്ങിച്ചിട്ടാണ് ആമസോണിൽ. ഇത് ബ്രാൻഡ് 𝐶𝐵 എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെയാണ് തോന്നിട്ടാ. നല്ല ക്വാളിറ്റിയാണ്. ഇത് എന്താ പറയുക, യെല്ലോ ഒന്നും ആവില്ല, നല്ല ഹാർഡ് കേസാണ്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. നമുക്ക് ഈ സൈഡിലൊക്കെ കണ്ടു, നമുക്ക് എന്താ പറയുക ഇതിൻ്റെ പ്രഷർ വരുമ്പോൾ അബ്സോർബ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിന്മേൽ. അതുപോലെ തന്നെ കുറേ എന്താ പറയുക, പ്രത്യേകിച്ച് ലോക്ക് സ്ക്രീനിൽ ഇഷ്ടം പോലെ എന്താ പറയുക കസ്റ്റമൈസേഷനും തീമും സംഭവങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹൈപ്പർവൈസിൻ്റെ സ്പെഷ്യാലിറ്റി, ഹൈപ്പർവൈസിൻ്റെ ലേറ്റസ്റ്റ് വരാൻ പോകുന്നുണ്ട്, Generation 2 വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് വന്നാൽ ഇതിനോട് കുറച്ചുകൂടി കിടിലാവും തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ്. അത് മാത്രമല്ല, നിങ്ങൾ 50,000 രൂപയ്ക്ക് വാങ്ങിക്കാനും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. എന്തായാലും 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചാലും ഈ സാധനം ശരിക്കും വാല്യൂ ഫോർ മണി തന്നെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമായി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ലിങ്കുകൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. അതികൂടെ നമ്മുടെ ആമസോണിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്കാണ്, അതികൂടെ തന്നെ ഡയറക്റ്റ് വാങ്ങിക്കാം കേട്ടോ. 3 കളറിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അറിയിക്കും. അത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ബെറ്റർ വൈറ്റ് ആയിരിക്കും. എനിക്ക് വൈറ്റാണ് ഇഷ്ടപ്പെടുന്നത്. വെച്ചാൽ നമുക്കൊരു ഡ്യുവൽ ടോണിൻ്റെ ഫിനിഷ് കിട്ടുന്നത്. വെച്ചാൽ സൈഡ് ഫ്രെയിമൊക്കെ അലുമിനിയം ഫിനിഷ് പോലെയാണ്, ബാക്കിൽ വൈറ്റും ആണ്. മറ്റേതാകുമ്പോൾ ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ ഫുൾ ബ്ലാക്ക് ആണ്. ഗ്രീൻ ആണെങ്കിലും നമുക്ക് ബ്ലാക്കും ഇതാണ് വരുന്നത് കേട്ടോ. ബ്ലാക്ക് ആണോ ഗ്രീനിൽ നമുക്ക് ഒരു മിനിറ്റ്, ഗ്രീനിൽ എനിക്ക് ചെറുതായിട്ട് സംശയമുണ്ട്. ഗ്രീനിൽ എനിക്ക് തോന്നുന്നത് ബ്ലാക്ക് തന്നെ ആയിരിക്കാനും സാധ്യത. എന്താ വെച്ചാൽ നോർമലി ഈ വൈറ്റ് കളറിലാണ് നമുക്ക് ഈ അലുമിനിയം ഫിനിഷ് വരിക. ഒരു മിനിറ്റ്, മറ്റേ ഗ്രീനിൽ ഗ്രീൻ തന്നെയാണ് സൈഡൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വൈറ്റ്, അത് നിങ്ങളുടെ ഡിപ്പെൻഡ്സ് അപ്പോൾ ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ആണ്. അപ്പോൾ ഞാൻ അടുത്ത് പറയുന്നില്ല, എൻ്റെ ഒരു പ്രിഫറൻസ് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിലും വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം, ബൈ.